പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 92-ാം സങ്കീർത്തനം 5-ാം വാക്യം. യഹോവേ, നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ഹല്ലേലൂയ. നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഹല്ലേലൂയ വളരെ അഗാധമായത് അത്രേ, വളരെ ഡീപ്പറായിട്ടുള്ളത് അത്രേ. ഇന്ന് പകൽക്കാലവും ആഴമേറിയ ഒരു വിചാരം നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുണ്ട്. നാം അത് ചിന്തിക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് ഹല്ലേലൂയ 40-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ, ഞാൻ എളിയവനും ദരിദ്രനുമാണ്, എങ്കിലും എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നു. പലപ്പോഴും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നതിൻ്റെ കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗുണം പറയാൻ കാണും. നല്ലത് പറയാനുള്ള, വലുത് പറയാനുള്ളത് ഹല്ലേലൂയ, അങ്ങനെ ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുള്ള മനുഷ്യരെക്കുറിച്ച് എപ്പോഴും വിചാരിക്കാറുണ്ട്. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നു, കർത്താവേ, ഞാൻ എളിയവനാ, ഞാൻ ഒന്നുമില്ലാത്തവനാ, ഞാൻ ഏറ്റവും ചെറിയവനായ ഒരു മനുഷ്യനാ, ഞാൻ ദരിദ്രനായ ഒരു മനുഷ്യനാ, എങ്കിലും എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നിൻ്റെ കുറവുകളെ ഓർത്തിട്ട് പറ, എങ്കിലും എൻ്റെ കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഞാൻ പറയാൻ ഒന്നുമില്ലാത്ത ആളായിരിക്കാം, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നും കാണത്തില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാ, എന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരപ്പൻ എനിക്കുണ്ട്, എന്നെ കരുതുന്ന ഒരപ്പൻ എനിക്കുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുന്നത്, ആകാശത്തിലെ പറവജാതികളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എന്നാൽ അവയെക്കാട്ടിലും അധികമായി ഹല്ലേലൂയ നമ്മെ കരുതുന്ന ഒരു ദൈവം, അവൻ അവയെക്കാട്ടിലും അധികമായി നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. അതേ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, കുരികലിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നു, കാശിന് 2 കുരികലിനെ വിൽക്കുന്നു. 2 കാശിന് 2 4 5 കുരികലിനെ വിൽക്കുമ്പോൾ 5-ാമത്തെ കുരികൽ ഫ്രീ അല്ല. ലോകം ഫ്രീ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പോലും വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. കുരികിലിനെ വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും അധികമായി നമ്മെ കരുതുന്ന ദൈവം, വിലയില്ല എന്ന് ലോകം പറഞ്ഞാൽ, ഗുണമില്ല എന്ന് ലോകം പറഞ്ഞാലും നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആകാശത്തിലെ പക്ഷികൾ കളപ്പുരയിൽ കൂട്ടിവെക്കാതെ ഹല്ലേലൂയ ശേഖരിച്ചു വെക്കാതെ അവയെ കരുതുമെങ്കിൽ ഹല്ലേലൂയ വെറുതെ കൊടുക്കുന്ന ഒരു കുരികിലിനെ മറന്നു കളയാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ അവൻ എത്ര അധികമായി നമ്മെ കരുതും, എത്ര അധികമായി നമ്മെക്കുറിച്ച് വിചാരപ്പെടും. ആരൊക്കെ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതിനെക്കാട്ടിലും അധികമായി, ആരൊക്കെ നമ്മെ കരുതുന്നതിലും അധികമായി നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന, നമ്മെക്കുറിച്ച് കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നമ്മെക്കുറിച്ച് ആഴമായി വിചാരമുള്ള, നമ്മെക്കുറിച്ച് വലിയ വിചാരമുള്ള ഒരു കർത്താവ് ഇന്ന് പകൽക്കാലവും ജീവിക്കുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാർ പടകിൽ കയറി അക്കരെ പോയപ്പോൾ കാറ്റും കോളും അവർക്ക് വിരോധമായി അടിച്ചു. പടക് മുങ്ങുമെന്ന് ഹല്ലേലൂയ അവർ നിരൂപിച്ചു. അവരുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ കണ്ടപ്പോൾ അവർ വിചാരിച്ചു, കർത്താവേ, എല്ലാം തകർന്നു പോകും. എന്നിട്ട് അവർ കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, നിനക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു വിചാരമില്ലയോ, നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു കരുതലില്ലയോ? ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ, ഓളങ്ങളിൽ, തിരമാലകളിൽ ഇതേ ചോദ്യം കർത്താവിനോട് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ കർത്താവിന് പറയാനുള്ളത്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നതിലും വലുതത്രേ, അതത്ര ഉന്നതമായ വിചാരമത്രേ, അത്ര ആഴമേറിയ വിചാരമത്രേ. ഹല്ലേലൂയ. ഒരു പക്ഷിയെക്കുറിച്ച് വിചാരിക്കുന്നതിനെക്കാട്ടിലും അധികമായി, ഹല്ലേലൂയ, അവയെ കരുതുന്നതിനെക്കാട്ടിലും അധികമായി നിങ്ങളെക്കുറിച്ച് എൻ്റെ കർത്താവിന് വിചാരമുണ്ട്. 40-ാം സങ്കീർത്തനത്തിൽ തന്നെ കർത്താവ് ഇപ്രകാരം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു, അവ എണ്ണിക്കൂടാത്ത വണ്ണത്തിലും അധികമാണ് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ, എത്ര എണ്ണിയാലും തീരത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മെക്കുറിച്ച് ഉള്ള അവൻ്റെ വിചാരങ്ങൾ എത്ര എണ്ണിയാലും തീരത്തില്ല. അത്രത്തോളം നമ്മെക്കുറിച്ച് കരുതുന്നുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, നമ്മുടെ വീടിനെക്കുറിച്ച്,
ഭാവിയെക്കുറിച്ച്, നമ്മുടെ നിത്യതയെക്കുറിച്ച് നാം വിചാരപ്പെടുന്നതിനെക്കാട്ടിലും അധികമായി നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന, നമ്മെക്കുറിച്ച് കരുതുന്ന, നമ്മെ ഹല്ലേലൂയ പദ്ധതിയുള്ള ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് യേശയ്യാവിലൂടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉന്നതമായ വിചാരം കർത്താവിന് നമ്മെക്കുറിച്ചുണ്ട്. ഈ പ്രഭാതത്തിലും നമുക്ക് ആ കർത്താവിനെ ആരാധിക്കാം, നന്ദി പറയാം. ഇതുവരെയും നടത്തിയ വിധങ്ങളെ ഓർത്ത്, ഇതുവരെയും കരുതിയ വിധങ്ങളെ ഓർത്ത് നമ്മുടെ കർത്താവിന് നന്ദി പറയാം. അവൻ വിശ്വസ്തനായ ദൈവം, അവൻ വാക്കുമാറാത്ത ദൈവം. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ഉന്നതമായ വിചാരമുള്ള ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.